ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എങ്ങനെയാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്തുവാനും നമുക്ക് ശരിയായ ഒരു മാർഗനിർദ്ദേശത്തോടുകൂടി ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതും എന്ന് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രിയ ഭക്ത ഒരു സംശയം ചോദിച്ചിരുന്നു. അത് ഒരാൾ തന്നെയല്ല, ധാരാളം പേരെന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട്. ഇതിനു മുമ്പും ധാരാളം കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു. ഞാൻ ഡേ ടു ഡേ എൻ്റെ ദിനചര്യയെക്കുറിച്ച് ചോദിച്ചിരുന്നു. അത് മറ്റുള്ളവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും, സ്വാഭാവികം. അപ്പോഴൊന്നും ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് എനിക്ക് കിട്ടിയ ഭഗവാന്റെ കാരുണ്യങ്ങളെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു പൂർണ്ണമായ ഒരു തുറന്നു പറച്ചിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും ഇന്നും ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അതിനെപ്പറ്റി. ഭഗവാൻ നമുക്ക് പ്രാപ്യമാകുന്ന, അല്ലെ ഭഗവാന്റെ കസ്റ്റഡിയിൽ നമ്മൾ എത്തുന്ന ഒരവസ്ഥ, അതൊരു വലിയ ഒരവസ്ഥ തന്നെയാണ്. അതിനുവേണ്ടി ഇപ്പം നാം ആരുടെ കസ്റ്റഡിയിലാണോ കഴിയുന്നത് അവരിൽ നിന്നുള്ള ബന്ധം മനസ്സുകൊണ്ട് വിടുവിക്കണം. അതിന് തയ്യാറാവുന്നവർ എത്ര പേരുണ്ട്? എത്രയോ ബന്ധങ്ങളിലാണ് നമ്മൾ നിത്യേന ചെന്ന് പെട്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ അഴിഞ്ഞു വരാൻ ആർക്കെങ്കിലും മനസ്സുകൊണ്ട് തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് ഭഗവാനെ കിട്ടും. എനിക്ക് കിട്ടിയത് എനിക്ക് എൻ്റെ ഭഗവാൻ എൻ്റെ ഹൃദയത്തിലുണ്ട്. എനിക്ക് എവിടെയും പോകണ്ട പലപ്പോഴും ഭഗവാനെ കാണാൻ. എനിക്കതുകൊണ്ട് ഒരു ആഗ്രഹമില്ല ധാരാളം ക്ഷേത്ര ദർശനം നടത്തുവാനും അവിടെ ഓരോ സ്ഥലങ്ങളിൽ പോകാനും ഒന്നും എനിക്കൊരാഗ്രഹമില്ല. ആഗ്രഹം വന്നിട്ടില്ല. വരാത്തതിൻ്റെ കാരണം എനിക്ക് ആഗ്രഹമുണ്ട്, ഭഗവാൻ അവിടെ തന്നെ എത്തിക്കും. അങ്ങനെ ആഗ്രഹം വരാത്തതിൻ്റെ കാരണം ഞാൻ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്, എവിടെയാണോ ഞാൻ ഉള്ളത് അവിടെ ഭഗവാനുണ്ട്. ഭഗവാൻ എന്നോടൊപ്പം ഇരിക്കുമ്പോൾ എനിക്ക് എവിടെയൊക്കെ പോകണമെന്ന് തോന്നത്തില്ല സത്യത്തിൽ. അതാണ് കാരണം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ നിരന്തരം കാശി വിശ്വനാഥ ക്ഷേത്രവും അതുപോലെ അവിടെ ഇപ്പോൾ അയോധ്യയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു 2 ആഴ്ചത്തെ ട്രിപ്പിനൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ പോകാമെന്ന് ഏറ്റു. അതിനുശേഷം ഏറ്റതിന് ശേഷമാണ് മൂകാംബിക ദർശനത്തിന് പോയത്. അതിനുശേഷം വീണ്ടും എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഭഗവാനോട് ഇങ്ങനെ ആലോചിച്ചു, ഭഗവാനെ, എനിക്ക് കാശിയിലൊക്കെ പോകാനൊരു ആഗ്രഹം വരുന്നില്ലല്ലോ. ഈ മാഡം എന്നെ നിരന്തരം വിളിക്കുകയും ചെയ്യുന്നു, ടിക്കറ്റ് എടുക്കട്ടെ, രാജ്യമൊന്നും അറിയണ്ട, ഞാൻ രാജിക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൻ്റെ എക്സാം ഇങ്ങനെ നോക്കിയിരുന്ന, എന്നെക്കാളും കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന +2ൻ്റെ എക്സാമൊക്കെ തീരുന്ന ദിവസം അന്ന് തൊട്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഭഗവാനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ എന്നോട് പറയുകയാണ്, നീ ഇപ്പോഴൊന്നും എങ്ങും പോകണ്ട, നിനക്ക് ഇനിയും കുറേ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ കാര്യങ്ങൾ ഇനി ബാക്കിയുണ്ട്, അതെല്ലാം പൂർത്തീകരിച്ചിട്ട് പോകൂ, ഇപ്പോഴൊന്നും നീ എവിടെയെങ്കിലും പോകണ്ട എന്നിങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കറിയാം ഇത് ഭഗവാന്റെ ഇച്ഛയൊന്നുമല്ല. ഭഗവാന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ആഗ്രഹിച്ചേനെ, ഭഗവാൻ എനിക്ക് സപ്പോർട്ടായിരുന്നെങ്കിൽ. ഇത് ഭഗവാന് താല്പര്യമൊന്നുമില്ല എന്നിങ്ങനെ കരുതി. എന്ന് വെച്ചാൽ ഞാൻ ജയശ്രീയോട്, ഞാൻ വരുന്നില്ല ജയശ്രീ, എനിക്ക് പറ്റില്ല, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് കുറച്ച് ദിവസം അവധി കിട്ടിയതല്ലേ, എനിക്ക് വീട്ടിൽ പോകണം, അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെയുള്ള ലെയിം എക്സ്ക്യൂസാണ് സത്യത്തിൽ പറഞ്ഞത്. പക്ഷേ അതൊന്നും അല്ല ഞാൻ ആഗ്രഹിച്ച്. ഭഗവാൻ ഇഷ്ടമില്ലല്ലോ. അല്ല, ഭഗവാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഏത് മാറ്റി വെച്ചിട്ടും ഭഗവാൻ എനിക്ക് തരുന്ന ആഗ്രഹം ഞാൻ സാധിച്ചിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, അങ്ങനെ മൂകാംബികയിൽ ഞാൻ ഫുഡ് കഴിക്കാനുള്ള ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ ആണ് ഇവിടെ എനിക്ക് കുറേ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്നെ വിളിച്ച്, ട്യൂഷൻ എടുക്കുന്ന ഒരു ടീച്ചർ ആയിട്ടുള്ളൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ടീച്ചർ ഇംഗ്ലീഷ് ഗ്രാമറും സ്പോക്കൺ ഇംഗ്ലീഷും ഒക്കെ ഈ വെക്കേഷൻ ടൈമിൽ കുറേ കുട്ടികളുണ്ട്, ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുമോ?
ടീച്ചറിനെ. എല്ലാ വർഷവും ടീച്ചർ എടുക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. ഇപ്പോഴാണ് ഇത് അറിഞ്ഞത്. ടീച്ചർ പഠിപ്പിച്ച മറ്റൊരു കുട്ടിയുടെ പേരൻറ്റ് പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. ഒന്നും എടുക്കാവോ എന്നിങ്ങനെ ഹമ്പിൾ റിക്വസ്റ്റ് പോലെ ചോദിച്ചപ്പോൾ ഞാൻ ആ ക്യൂവിൽ ആ തിരക്കിൽ നിന്നിട്ടും ഞാൻ പറഞ്ഞ് ശരി, ഞാൻ നാട്ടിലല്ല, ഞാൻ വന്നിട്ട് ഉടനെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഇവിടുന്ന് ഞാൻ വീണ്ടും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ അടുക്കും ചെട്ടുളങ്ങര വീട്ടിലെത്തി. അപ്പോഴും ഈ കുട്ടി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഒരു ടീച്ചറാണ്, കുറേ കുട്ടികളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആ കുട്ടികളെയും പിന്നെ കുറച്ച് അതിൻ്റെ ബന്ധുക്കളെയും ഒക്കെ ചേർത്തിട്ട് കുറേ കുട്ടികളെയാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് വെക്കേഷൻ ടൈമായപ്പോൾ എൻ്റെ മോൻ ക്ലാസ്സിന് പോയായിരുന്നു. അവന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ എക്സാം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവനങ്ങ് പോയി നീറ്റിൻ്റെ കോച്ചിങ്ങിന് വേണ്ടി. അപ്പം ഞാൻ തനിച്ചായി വീട്ടിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഈ കൊച്ചു കുട്ടികളും ഞാനും കൂടെ വളരെ ഹാപ്പി ആവുമല്ലോ, വളരെ സന്തോഷം, സ്കൂളും ഇല്ല, അപ്പോൾ ഇനി കുട്ടികളെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിന് സമ്മതിച്ച് തിരിച്ച് വേഗം തന്നെ വീട്ടിൽ വന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവരെ പഠിപ്പിച്ചൊരു 4-5 ദിവസം, ഒരാഴ്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരി, വേറൊരു കൂട്ടുകാരി എനിക്ക് ഒരു മെസ്സേജ് ഇട്ട്. അതിനകത്തിൽ മെയ് 17 മുതൽ മെയ് 26 വരെയും ഒരു യാത്ര, വാരണാസിയും അയോധ്യയും ഗംഗാസ്നാനവും കേദാർനാഥും ഒക്കെ പറയുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള കുറേ കമ്പാർട്ട്മെൻറ്റ് തിരിച്ചിട്ടിരിക്കുന്ന ആ യാത്രയെക്കുറിച്ച്. അതിൻ്റെ ഫുഡും അക്കോമഡേഷനും എല്ലാം ആ റെയിൽവേ തന്നെ ഏറ്റെടുക്കുന്നു. നമുക്കൊന്നും അറിയണ്ട, നമുക്ക് താമസ സൗകര്യങ്ങളും നമുക്ക് വെജിറ്റേറിയൻ ഫുഡും എല്ലാം അവർ തന്നെ. അപ്പം ഞാൻ ഫ്രീ ആയിരുന്നെങ്കിൽ, ഞാൻ ഈ കുട്ടികളുടെ ദൗത്യം ഏറ്റെടുത്തില്ലായിരുന്നു എങ്കിൽ ഞാൻ അത് അപ്പം തന്നെ പോയേനെ. 20,000 രൂപയോട് അടുത്തെങ്ങാണ്ടേ ഉള്ളായിരുന്നു എൻ്റെ ചാർജും. ഞാൻ അപ്പം തന്നെ ആ നമ്പറിൽ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നേനെ. എനിക്ക് ഇങ്ങനെ ഒരു ദൗത്യം ഇല്ലായിരുന്നെങ്കിൽ ഭഗവാൻ പറഞ്ഞതൊന്നും ഞാൻ ഓർക്കത്തില്ലായിരുന്നു. കാരണം ഭക്തർ മാത്രം പോകുന്ന, വളരെ സുരക്ഷിതമായിട്ട് പോകുന്ന, നമ്മുടെ കൂടെ ഒരാളില്ലെങ്കിൽ പോലും നമുക്ക് സന്തോഷമായിട്ട് ഒരു കൂട്ടായ്മയായിട്ട് പോയി സന്തോഷമായിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു യാത്രയായിരുന്നത്. എനിക്ക് വേറെ ബാധ്യതയുമില്ലായിരുന്നു വീട്ടിൽ. പക്ഷേ എൻ്റെ ഭഗവാൻ എന്നെ ഈ 2 മാസക്കാലം എന്നെ വിടാതെ പിടിച്ചു വെച്ചിരുന്നു. ഭഗവാൻ അറിയാം ഞാൻ വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓടിപ്പോകുമെന്ന്. അപ്പോൾ പോയി കഴിഞ്ഞാലോ ഞാൻ പിന്നെ ആ ഒരു രൂപത്തിലേക്ക് ആയി പോകും. എനിക്ക് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റുമോ, അല്ലെങ്കിൽ വീണ്ടും എൻ്റെ മനസ്സ് അവിടേക്ക് തന്നെ ആവും. എൻ്റെ ഇവിടെ ഇനിയുള്ള ഡ്യൂട്ടി ഒന്നും ഞാൻ ചെയ്യുമോയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഭഗവാൻ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാനത് എപ്പോഴും ഓർക്കും, എത്ര തന്ത്രശാലിയാണ് എൻ്റെ ഭഗവാനെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വെക്കേഷൻ സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കത്തില്ലായിരുന്നു. ഇടയ്ക്കെങ്ങനെ എന്തെങ്കിലും വല്ല ആഴ്ച 2 ദിവസം 3 ദിവസമൊക്കെ. എനിക്ക് കുട്ടികളൊക്കെ വളരെ നല്ല കുട്ടികൾ, എനിക്ക് വളരെ സന്തോഷം തരുന്ന കുട്ടികൾ. അപ്പോൾ എല്ലാ ദിവസവും അവർ വരികയും അവരോട് തുച്ഛവരിയൊക്കെ ഇരിക്കുകയും ഭയങ്കര കളിയും ചിരിയും പഠിത്തവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ എനിക്കിവരെ വിട്ടിട്ട് ആ ഒരു ഡ്യൂട്ടി, അവർക്ക് ഇത്ര ഒരു പോർഷൻ കവർ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഗ്രാമറിൻ്റെ സർവ്വ പോർഷനും കവർ ചെയ്ത് അവരെ നല്ല ബേസിക് ഉള്ളവരാക്കി എടുക്കണമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്താണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഒരു 8 ദിവസം 10 ദിവസം അല്ലെ 14 ദിവസമൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ അവരുടെ ക്ലാസ്സൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു പോകില്ലേ. ഇവരൊക്കെയാണ് ഫീസ് ആദ്യം തന്നെ എനിക്ക് ഗൂഗിൾ പേ ചെയ്തും തന്നേക്കുന്നത്. അപ്പോൾ അവരോട് എനിക്കൊരു ഉത്തരവാദിത്തം വേണ്ടേ. ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ദിവസം തന്നെ പേ ചെയ്തവരായി എല്ലാവരും. 1-2 പേരേ ഉള്ളൂ അതിന് ശേഷം തന്നവരൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് ഞാൻ അങ്ങനെ പോകുന്ന ഒരു ശരിയായ കാര്യമല്ലല്ലോ എന്ന് കരുതി ഞാൻ ആ ദൗത്യം ഉപേക്ഷിച്ചു. ഞാൻ ഈയിടെയും എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ഒരു ബന്ധുവിനോട് ഞാനിത് പറഞ്ഞു. എന്നെ ഭഗവാൻ വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു കുറച്ച് ദൗത്യം തന്നത് കാരണം ഞാൻ പോയില്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പോയേനെ. ഞാനത് അന്നേരം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റിൽ തന്നെ ഞാൻ അതിന് റെഡിയായിട്ട് മുന്നോട്ട് ഇറങ്ങിയേനെ. അപ്പോൾ ഭഗവാൻ എന്നെ വിടാതെ വെച്ചിരിക്കുകയാണ് ഓരോ തന്ത്രങ്ങൾ പ്രയോഗിച്ച് എന്നെനിക്ക് തോന്നി. അപ്പോൾ ഈ തന്ത്രശാലിയായ ഭഗവാനെ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് പാടുപെടണം. ഞാൻ ഭഗവാനെ എങ്ങനെ നേടിയെടുത്തു എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ പിക്ചർ ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ഭഗവാനുമായിട്ട് ഭയങ്കര കണക്ഷനായിരുന്നു. ഒരു ടീനേജിലൊക്കെ പിള്ളേരെല്ലാം ടീനേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പം എനിക്ക് ഒത്തിരി സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ആ ഒരു ആ ഒരു ടീൻസ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 20 വയസ്സായപ്പോൾ തന്നെ ഒരു 19-20 ഡിഗ്രിയൊക്കെ ഫൈനൽ ഇയർ ആയപ്പോൾ തന്നെ ഞാനൊരു ഗുരുവിൻ്റെ അണ്ടറിലായി, ഒരു ആത്മീയ ഗുരുവിൻ്റെ അണ്ടറിലായി. ഒരു 18-19 വയസ്സായപ്പോൾ തന്നെ ഒരു ആത്മീയ ആചാര്യൻ എൻ്റെ അണ്ടറിൽ ഉള്ള ശിക്ഷണത്തിലായി. ആ പഠനത്തോടൊപ്പം തന്നെ അതൊക്കെ ഭഗവാൻ കൊണ്ട് എത്തിച്ചതാണ്. അപ്പോൾ വേണ്ടാത്ത ഒരു റിലേഷൻഷിപ്പ്, നല്ല ബോയ്സുമായിട്ട് ഫ്രണ്ട്ഷിപ്പുണ്ട്, ഗേൾസ് എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമാണ്. എനിക്കാകെ ഒരു ബ്രദറാണ്, ഞാനും അവനോട് ഭയങ്കര സൗഹൃദമാണ്. എൻ്റെ ഇളയതാണ്, അധികം വ്യത്യാസമില്ല ഞങ്ങൾ തമ്മിൽ. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം വീട്ടിൽ വരും, ഞാനും അവരും ഒക്കെ ആയിട്ട് ഭയങ്കര സൗഹൃദത്തിലാണ്. തിയേറ്ററുകളിലൊക്കെ സിനിമ കാണാൻ പോകുന്നത് ഈ ബോയ്സിനോടൊപ്പമായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടി എന്നൊരു വ്യത്യാസമില്ലാതെ എല്ലാവരോടും നന്നായിട്ട് ഇടപെടാനും, അങ്ങനെ ആൺകുട്ടികളെ കണ്ട ചമ്മി മാറി നിൽക്കുവാനും, അയ്യോ അവരോട് വേറൊരു പെൺകുട്ടികൾക്ക് തോന്നുന്ന ഒരു അട്രാക്ഷൻ തോന്നുകയൊന്നും, അങ്ങനെ ഒരു ഹോർമോൺ ചേഞ്ച് ഉള്ള സമയത്ത് നമുക്കങ്ങനെ തോന്നുമല്ലോ. ആ ഒരു തോന്നലല്ലാതെ വേറെ ഒരു അങ്ങനെയുള്ള അവരോടൊപ്പം നടക്കണമെന്നും അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പോകണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിയാൽ തന്നെയും എൻ്റെ ഉള്ളിലിരുന്ന് ആരോ ഇങ്ങനെ ഇരുന്ന് എന്നെ നിയന്ത്രിക്കും, എല്ലാ കാര്യത്തിലും നിയന്ത്രണം. ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ, ഒരു ഗാഠമായ ഒരു ഗേൾ ഫ്രണ്ട് തന്നെ, ഒരു ഗാഠമായ ഒരു സൗഹൃദം വന്നാൽ ഞാൻ തന്നെ അറിയാതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ആ ബന്ധം അകറ്റുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു, ഇവിടെ എങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ പറ്റി, ആരാണ് എന്നെ കൊണ്ടിരുന്ന് ഈ സംസാരിപ്പിച്ച് എന്നിൽ നിന്ന് ഇവരെയൊക്കെ അകറ്റുന്നത് എന്നെനിക്ക് അന്നൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ബന്ധങ്ങളുടെ അർത്ഥവും അർത്ഥശൂന്യതയൊന്നും അന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ നാവിലിരുന്ന് ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഒരു മനുഷ്യരെയും ഒരു വ്യക്തികളെയും ഒരു പരിധിക്കുള്ളിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഭഗവാൻ കടത്തി വിട്ടിട്ടില്ല. അതായിരുന്നു ഏറ്റവും എനിക്ക് പലപ്പോഴും ഞാൻ തന്നെ ഇരുന്ന് റീകളക്ട് ചെയ്യുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. ഇത് എന്തൊരു അത്ഭുതമാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒത്തിരി എനിക്ക് ഏറ്റവും അടുപ്പമുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ പോലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് ഒരു മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു സ്റ്റേജ് വന്നാൽ അവിടെ നിന്ന് ഭഗവാൻ ഓടിച്ചു വിടും. ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന ഒരു ബന്ധം വരെയേ ഭഗവാൻ എന്നെ കൊണ്ട് എത്തിക്കത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് വന്നാൽ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസുകളൊക്കെ എന്നെക്കൊണ്ട് തന്നെ ഭഗവാൻ ചെയ്ത് അതിനെയൊക്കെ അകറ്റി വിട്ട് എന്നെ ഒരു ഏകാന്ത പഥികയെ പോലെ ഭഗവാൻ സ്വന്തമാക്കി വെച്ചിരിക്കുകയായിരുന്നെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതിനുശേഷം വിവാഹമൊക്കെ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് തോന്നുന്നു എനിക്ക് ഇത്രയും വലിയ ഭഗവാനോടുള്ള അടുപ്പം വന്നത്. അത് ഞാൻ വിവാഹം കഴിഞ്ഞ ആ നാളുകളിൽ എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം പോയതിന് ശേഷമൊക്കെ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ ശരിക്കും ഞാനൊരു ഭക്തിയുടെ ഒരു ശരിയായ ഒരു അവസ്ഥയിലേക്ക് വന്നത്. എനിക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വെളുപ്പിനെ ഒരു 4-4:30 ഉണർന്നിട്ട് അപ്പോൾ തന്നെ പോയി കുളിക്കും. നല്ല തണുപ്പുള്ള പച്ച വെള്ളത്തിൽ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഒരു വെളുത്ത ഒരു നൈറ്റ് ഞാൻ എടുത്ത് വെച്ചേക്കുമായിരുന്നു, ഈ നാമജപത്തിന് വേണ്ടി മാത്രം. അതെടുത്തിട്ടുണ്ട് വീടിൻ്റെ മുന്നിൽ മുറ്റത്തിറങ്ങി നിന്ന് ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ അവിടെ ചേട്ടനും ചേട്ടത്തിയും അവിടുത്തെ 2 മക്കളുമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആദ്യമൊക്കെ സംശയം തോന്നി ഞാൻ ഈ വെളുപ്പാങ്കാലത്ത് ഈ മുറ്റത്തൊക്കെ ഇറങ്ങി നിന്ന് എന്തുവാ ചെയ്യുന്നതെന്നറിയാൻ. അവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ നാമം ജപിക്കുന്നു. ഞാൻ നിന്നുകൊണ്ട് അവിടെ നിന്ന് ഭഗവാനെ നോക്കി നാമം ജപിക്കും. എനിക്കതൊക്കെ കാണാതറിയാമായിരുന്നു. വീട്ടിൽ വെച്ച് ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഇതെല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്. ഈ നാമം ജപിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ സെപ്പറേറ്റ് വീട് മാറി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, എൻ്റെ അമ്മായിയമ്മയെന്നൊന്നും എനിക്ക് പറയാൻ കഴിയത്തില്ല, എൻ്റെ അമ്മ തന്നെയാണ്. ആ അമ്മ എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ മോനെ വലിയ ആളിനെ എൻ്റെ വയറ്റിലുണ്ട്. ആ മോനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴും ഞാൻ ഇത് തന്നെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ അമ്മ വെളുപ്പിനെ എഴുന്നേറ്റിനെ വഴക്ക് പറയായിരുന്നു. ഈ തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ചിട്ട് ഈ മുറ്റത്ത് ഈ തണുപ്പത്തൊക്കെ നിന്ന് ഈ നാമജപം നടത്തിയിട്ട് കുഞ്ഞിന് എന്തെങ്കിലും വയ്യാഴി വന്നാൽ മരുന്ന് കഴിക്കേണ്ടി വരത്തില്ലേ, അത് വയറ്റിലൊരു കുഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. പക്ഷേ ഒരു പാരസെറ്റമോൾ പോലും എനിക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ 2 കുട്ടികളുടെയും ഗർഭകാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ഞാൻ നാമം ജപിച്ചിട്ട് വന്നിട്ടാണ്, അപ്പോഴത്തേക്ക് ഒരു 5 മണിയൊക്കെ ആകത്തുള്ളായിരുന്നു, 5-5:15 വന്നിട്ട് ഞാൻ നിലവിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമം ജപിക്കും. പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് നാമങ്ങളും മന്ത്രങ്ങളൊക്കെ ഉണ്ട് ഭഗവാന്റെ. ജ്ഞാനപ്പാനയൊക്കെ ഡേ ടു ഡേ ചെല്ലുമായിരുന്നു. അതൊക്കെ ജപിച്ചതിന് ശേഷമേ
അപ്പോഴത്തേക്കേ നേരം വെളുക്കുകയുള്ളൂ. ആ സമയത്ത് ഞാൻ എൻ്റെ മോനെ പ്രഗ്നൻസിയിലിരിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിലെങ്ങും പോയിട്ടില്ല, ജോലിയൊക്കെ ഉപേക്ഷിച്ച്. കുഞ്ഞുങ്ങളൊക്കെ ഒരു നല്ലൊരു അവസ്ഥയിലെത്തിയതിന് ശേഷമാണ് ഞാൻ ജോലിക്ക് പോയത്. കുട്ടികളെയും സ്കൂളിലാക്കിയതിന് ശേഷം രണ്ടുപേരെയും ആ പ്രഗ്നൻസി പീരീഡൊന്നും ഞാൻ ജോലിക്ക് പോയില്ല. എനിക്ക് ജോലി ഉണ്ടായിരുന്നു, കോളേജിലായിരുന്നു അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, MA-കാരെയൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. ആ ജോലിയൊക്കെ ഞാൻ വിട്ടു, ഒരു പ്രൈവറ്റ് കോളേജിലായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളെ നന്നായിട്ട് കൊണ്ടുവരണം, അവരുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് പ്രധാനം. കൊച്ചാളും എന്നെയും LKG ചേർത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ സ്കൂളിൽ പോയത്. വേറൊരു സ്കൂളിലെ അവിടെ ഇൻ്റർവ്യൂ നടത്തി അങ്ങനെ കയറിയതാണ്. അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു, എൻ്റെ മക്കളോട് കുഞ്ഞുങ്ങളോടൊപ്പം എല്ലാവരും അങ്ങനെ അപ്പോൾ എനിക്ക് ആ സമയങ്ങളിലാണ് അതിനുശേഷം നമ്മൾ ഗൃഹകാര്യങ്ങളിലൊക്കെ ഏർപ്പെടും. വൈകുന്നേരം വീണ്ടും നിലവിളക്ക് കൊളുത്തി അവിടെ അതിൻ്റെ മുമ്പിലിരുന്ന് രാമനാമം ജപിക്കുമായിരുന്നു. അത് വീട്ടിൽ നിന്ന് പഠിച്ചതാണ് ഈ സന്ധ്യാനാമം, രാമനാമമൊക്കെ. അത് ചൊല്ലും. പിന്നെ വേറെ അറിയാവുന്ന നാമങ്ങളൊക്കെ ജപിക്കും. അതിനോടൊപ്പം തന്നെ രാമായണമുണ്ട്, ഭാഗവതമുണ്ട്. എൻ്റെ അമ്മ ഇതൊക്കെ എനിക്ക് ഞങ്ങൾ വീട് മാറുമ്പോൾ തന്നെ വാങ്ങിച്ചു തന്നതാണ്. ഭഗവത്ഗീത ഇതൊക്കെ ഞാൻ പാരായണം ചെയ്യും. ആരുടെയും സഹായം, അമ്മയാണ് ആദ്യമായിട്ട് എനിക്ക് ഭാഗവതം ജപിക്കുവാൻ വേണ്ടി അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്താണ്. അത് കുട്ടിക്കാലത്താണ്, 10-16 വയസ്സുള്ള സമയത്താണ്. വീട്ടിൽ പൂജാമുറിയിൽ നിന്നുകൊണ്ട് അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്ത് അമ്മ ഒരു നല്ല ദിവസം കണ്ടുപിടിച്ചിട്ട് എന്നെ കൊണ്ട് ഭാഗവതം വായിക്കാൻ വേണ്ടി. പക്ഷേ എൻ്റെ ചേച്ചിമാർ 2 പേരുണ്ട്, എൻ്റെ സഹോദരനുണ്ട്, അവർക്കാർക്കും അമ്മ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നെ അമ്മ എൻ്റെ ഗുരുവായിട്ട് ദക്ഷിണ വാങ്ങി ഭാഗവതം പഠിക്കാൻ എന്നെ അമ്മയാണ് പഠിപ്പിച്ചത്, വായിക്കാൻ. ഇവിടെ വന്നതിന് ശേഷം മക്കളൊക്കെ ഇങ്ങനെ കുഞ്ഞായിട്ടിരിക്കുമ്പോഴും ഞാൻ അവരെ ആ സമയത്തൊക്കെ സന്ധ്യയ്ക്ക് ഉറക്കിയിടും. എന്നിട്ട് ഞാൻ കൃത്യമായിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒരു കറക്റ്റ് ഓർഡറിലാണ് ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മൂത്ത എൻ്റെ മോൻ ആദ്യമായിട്ട് നടന്നു വരുന്നത് തന്നെ സന്ധ്യയ്ക്ക് ഞാൻ പൂജാമുറിയിൽ നാമം ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാന്റെ എന്തൊക്കെയോ കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ചൊല്ലി ആസ്വദിച്ച് ആ ഒരു ലയത്തിൽ ഇങ്ങനെ ഇരുന്ന് തലയാട്ടി ഭഗവാനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ എവിടെയോ ഒരു ചിലങ്കയുടെ ശബ്ദം പോലെ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിക്കുകയാണ്, അയ്യോ എൻ്റെ കണ്ണനെങ്ങാണോ എൻ്റെ സമീപത്തേക്ക് ഓടി വരികയാണോ, എവിടെയാണ് ഈ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം എന്നിങ്ങനെ ഞാൻ ആദ്യം നാമജപം ഒന്നും നിർത്തിയിട്ട് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു പാദം നിറയെ ഇങ്ങനെ മുത്തുകളൊക്കെ പിടിപ്പിച്ച പാദസരങ്ങളൊക്കെ. എൻ്റെ മോൻ ആൺകുട്ടിയായിട്ടും ഞാൻ പെൺകുട്ടികളുടെ പോലെ നിറയെ സൗണ്ടൊക്കെ ഉള്ള പാദസരങ്ങളൊക്കെയാണ് ഇടിയിച്ചിരുന്നത്. അതൊക്കെ ഇട്ട് പയ്യെ നടന്നു വരുന്ന ബെഡ്റൂമിൽ നിന്ന് ഹാളും കഴിഞ്ഞ് നടന്ന് പൂജാമുറിയിലേക്ക് നടന്നു വരികയാണ് എൻ്റെ ഉണ്ണിക്കണ്ണനായ എൻ്റെ മോനെ. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ മോൻ നടക്കാൻ പഠിച്ചല്ലോ എന്ന്. ബെഡിൽ കിടത്തിയിരുന്ന മോൻ പയ്യെ നിരങ്ങി ഇറങ്ങി അമ്മയെന്നൊക്കെ വിളിച്ചുകൊണ്ട് പയ്യെ നടന്നു വരികയാണ്. അതെൻ്റെ ഭഗവാന്റെ മുമ്പിലോട്ടാണ് നടന്നു വന്നത്. ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മടിയിലേക്ക് എടുത്ത് വെച്ച് ഞാൻ ചേർത്ത് വെച്ചിട്ട് എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് സന്തോഷം കൊണ്ട്. ഭഗവാൻ അതിന് ദൃക്സാക്ഷിയായിട്ടിരുന്നു. എൻ്റെ എല്ലാ സന്തോഷത്തിനും ഭഗവാനാണ് സാക്ഷി. ഭഗവാനും ഞാനും എൻ്റെ മക്കളും, ഇതാണ് ഞങ്ങളുടെ ഒരു കുടുംബം എന്ന് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാവുകയുള്ളൂ, ഒരു അതിഥിയെ പോലെന്ന് വേണേൽ പറയാം. പക്ഷെ അപ്പോൾ എനിക്ക് കൂട്ടിന് എൻ്റെ ഭഗവാനേ ഉള്ളായിരുന്നു. ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും മക്കളെയൊക്കെ വളർത്തിയത് എൻ്റെ ഭഗവാനാണ്. അതിന് ഞാനൊരു ഉപകരണം, എന്നോട് ഒരു നിർദ്ദേശം തന്ന് വളർത്തിയെടുത്തതാണ് ഭഗവാൻ. എവിടെയും വീഴാതെ, ഒരു അപകടം പറ്റാതെ എല്ലാം എൻ്റെ ഭഗവാനാണ് എൻ്റെ നാഥനെ. അത് ഞാൻ ഭഗവാന്റെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഭഗവാന്റെ എന്നെ ഹൃദയത്തിൽ എനിക്ക് ഭഗവാനേ ഉള്ളൂ സത്യത്തിൽ. അങ്ങനെയാണ് ഞാൻ ഒരു ഭഗവാനും ഞാനുമായിട്ട് അങ്ങ് ഒന്ന് ചേർന്നുള്ളൊരു ജീവിതമായിപ്പോയി. അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഞാൻ മാറി നിൽക്കുകയും ഭഗവാൻ മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട് എനിക്ക് എപ്പോഴും തോന്നും. അപ്പോൾ നമുക്കുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നതൊക്കെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവും എൻ്റെ ബന്ധുക്കളും അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കൊരു വീട്ടിൽ ജീവിക്കുന്നു. എല്ലാ കാര്യങ്ങളും എനിക്കൊരു കാര്യം അറിയത്തില്ലായിരുന്നു. ഞാനൊരു പുസ്തക പുഴുവായിട്ട് ഒരു സാഹിത്യ ലോകത്തും കഥാലോകത്തും അങ്ങനെയൊക്കെയുള്ള ഒരു സംഗീത ലോകത്തും ഒക്കെ ഇങ്ങനെ വിഹരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രായോഗികമായിട്ട് കുടുംബമോ മക്കളെയോ ഇതൊന്നും എനിക്ക് അറിയാൻ വയ്യായിരുന്നു സത്യത്തിൽ.
ഒരു കാര്യങ്ങൾക്കും സാമൂഹികമായിട്ടുള്ള ഈ വിവാഹം അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾക്കോ ഈ ഹൗസ് വാമിങ്ങോ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഞാൻ വീട്ടിൽ നിൽക്കുമ്പം ഞാൻ പോകാറൊന്നുമില്ലായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങളുടെ ലോകത്തും സാഹിത്യം ഞാനിങ്ങനെ നന്നായിട്ട് പുസ്തകം എനിക്കങ്ങനെ ചെറുകഥാ സമാഹാരങ്ങളൊക്കെ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലോകത്ത് ജീവിക്കുന്ന എനിക്കിതൊന്നും പ്രായോഗിക ലൈഫിനെ കുറിച്ചൊന്നും ഒരു പിടിയില്ലായിരുന്നു. ഭഗവാനാണ് എന്നെ ഓരോന്നും പഠിപ്പിച്ചു തന്നത്. കുഞ്ഞുങ്ങളെ വളർത്താൻ, വീട്ടുകാര്യം നോക്കുവാൻ, എല്ലാം എനിക്കുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ തന്ന ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാനല്ലാതെ തന്നെ ഞാൻ ആരെയാണ് ജീവിതത്തിൽ ആശ്രയിക്കേണ്ടത്? എനിക്കെന്നും ഭഗവാൻ മതി. ആരൊക്കെ എന്നിൽ നിന്ന് പോയാലും ആരൊക്കെ വന്നാലും ഭഗവാൻ ഇപ്പുറം നിൽക്കുന്നതേ ഉള്ളതൊക്കെ ജീവിതത്തിൽ. അപ്പോൾ അന്ന് എനിക്ക് ഈ ഭഗവാൻ തന്നെയാണ് എനിക്ക് ഓരോന്നിനെയും ഇങ്ങനെ തള്ളിക്കളഞ്ഞ് എന്നെ ഏകാന്തയാക്കിയെടുത്തത്. പക്ഷെ ഭഗവാൻ എന്നെ ഏകാന്തതയിൽ പെടുത്തുകയും ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ ആനന്ദം തരാതെ ഇരിക്കുകയും ചെയ്ത ഒരു സമയങ്ങളുണ്ട്. ആ സമയത്ത് ഞാൻ വല്ലാതെ നിരാശപ്പെടുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ എന്നിൽ വന്ന് നിറയുന്നുമില്ല. ഞാൻ ഒരു മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയുമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു നിരാശാബോധം പലപ്പോഴും ഉണ്ടായി. മനസ്സ് നിരാശയിലേക്ക് എന്തിനു ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന ചില ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭഗവാനോട് തന്നെ ആ നിരാശ ഇറക്കി വെച്ച് എന്നെ ഈ ഒരു മനസ്സിൻ്റെ ശൂന്യത ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുകയുള്ളായിരുന്നു. ആ ശൂന്യത ഇല്ലാതാക്കി എൻ്റെ ഹൃദയം നിറയ്ക്കണേ ഭഗവാനെ, സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം, സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണേ എന്ന് ഞാൻ ഭഗവാനോട് ആവശ്യപ്പെട്ട് അവസാനം എനിക്ക് ആ ഒരു ശാന്തത മാത്രമായി മാറി. എനിക്ക് ശൂന്യത പിന്നെ അനുഭവപ്പെടാതെയായി. വ്യക്തികൾ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളിലൂടെ ജീവിക്കുമ്പോൾ ആ ഇന്ദ്രിയ സുഖങ്ങളിലൂടെ ലഭിക്കുന്ന ഒരു സന്തോഷം ഉണ്ട്. അതാണ് നമ്മുടെ ഹൃദയം നിറയ്ക്കുന്നത്. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഉപരിയായിരുന്നു അങ്ങനെ ഒരു ഇന്ദ്രിയ സുഖങ്ങളിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം, സുഖം. അതൊക്കെ ഒരു അല്പനേരത്തേക്കല്ല, അല്പകാലത്തേക്ക് മാത്രമാണെന്നും ഒന്നും സ്ഥായിയല്ല, സ്ഥിരമല്ല. ഏകാന്തമായ സ്ഥായിയായ സന്തോഷവും സ്ഥിരതയും ഭഗവാനിൽ നിന്ന് കിട്ടുകയുള്ളൂ എന്നുമൊക്കെ എനിക്ക് ക്രമേണ മനസ്സിലായപ്പോൾ നമുക്ക് ആ ഓരോ ബന്ധങ്ങളെയും വ്യവച്ഛേദിച്ച് മാറ്റി നിർത്തുവാനും ഒക്കെയുള്ള ഒരു വിവേകം വന്നു. ആ വിവേകം വരുന്നതിന് മുമ്പ് ഭഗവാൻ എന്നെക്കൊണ്ട് തന്നെ ഓരോന്നിനെയും എൻ്റെ മനസ്സിൽ തട്ടാതെ അകറ്റിക്കളയുമായിരുന്നു. പിന്നീട് എനിക്കെല്ലാം ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, സ്നേഹങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ എല്ലാം അപ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നും അല്പകാലത്തേക്കേ ഉള്ളൂ എന്നുള്ള ഒരു ലോക സത്യം എൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ അടിവരയിട്ട് കുറിച്ചു തന്നു. അത് കാരണം എനിക്കൊന്നും കണ്ടാലും ഇളകില്ല മനസ്സ്. എന്ത് കിട്ടിയാലും ഇളകില്ല, എന്ത് കിട്ടാതിരുന്നാലും കരയില്ല. എന്തിനേയും പ്രകൃതി സത്യമായിട്ട് വിലയിരുത്തുവാനുള്ള ഒരു ബോധം എനിക്ക് വന്ന്, അതുതന്നെയാണ് എനിക്ക് ഭഗവാൻ തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ ഞാൻ സ്ഥിരം ഭഗവാനിലേക്ക് വന്ന് ഭഗവാനാണ് എൻ്റെ ജീവിതത്തിന് നാഥനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തു. അതിനുശേഷം അതായത് ഇപ്പോൾ ഒരു ഭഗവാനെ നമുക്ക് ഭഗവാനെ ലഭിക്കണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കുറേയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ഭൗതിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിനെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ കയറുരി വിടാതെ കുറേ ഇങ്ങനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം. ഇന്ദ്രിയങ്ങളെ നമ്മൾ മനസ്സ് പറയുന്നിടത്തേക്ക് പാഞ്ഞു പോകാതെ ആ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് അതൊക്കെ നമുക്ക് കിട്ടത്തില്ല. കിട്ടാതിരിക്കുമ്പോൾ ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കണം. ഭഗവാനെ, അനാവശ്യ ചിന്തകൾ, രാഗദ്വേഷങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കരുതേ എന്ന്. ആദ്യം തന്നെ എനിക്ക് ശരിക്കും ഞാനൊരു വ്യക്തിയായ കാലം തൊട്ട് എനിക്ക് ചിന്താശേഷി ഉള്ളപ്പോഴേ തന്നെ എനിക്ക് ഒരു മനുഷ്യരുടെയും നന്മ കണ്ടാൽ ദേഷ്യം വരികയോ അസൂയ വരികയോ കുശുമ്പൊന്നും തോന്നത്തില്ലായിരുന്നു. അതിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു. ആര് എന്ത് നല്ലത് ചെയ്താലും അവരെ ഇങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്ത് സംസാരിക്കുമായിരുന്നു. ഒരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും കോളേജിലായാലും ഞാൻ ജോലിക്ക് പോകുമ്പോഴും സ്കൂളിൽ ആദ്യം കയറിയപ്പോഴും എവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആരൊരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാലും ഭംഗിയായിട്ട് ഒരുങ്ങി വന്നാൽ അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ അവരോട് അതിൻ്റെ സന്തോഷം പറയുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ സ്വന്തമായിട്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം അഭിനന്ദിക്കുമായിരുന്നു. എനിക്കത് അങ്ങനെയൊന്നും പറയാതിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷെ അതിനൊരു മറുവശമുണ്ട്. ആര് എന്ത് തെറ്റായിട്ട് ചെയ്താലും അതിനെയും ഞാൻ വിമർശിക്കുമായിരുന്നു.
അതെൻ്റെ ഒരു വലിയ ഒരു ഒരു വീക്ക് പോയിൻ്റായിരുന്നു. കുടുംബത്തിലുള്ളവരാണെങ്കിലും സമൂഹത്തിലുള്ളവരും ഞാൻ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ എവിടെ ആയാലും ആരേത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി അത് ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാലോ അതപ്പം ഞാൻ അതിനെക്കുറിച്ച് വിമർശിച്ച് അവരുടെ തെറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഈ തെറ്റ് ചെയ്യുന്നവർ അവരുടെ ശരിയാണ് ആ ചെയ്യുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോഴാണ് അത് തെറ്റായിട്ട് തോന്നുന്നതെന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി. പിന്നെ ഞാൻ അതിൽ നിന്നൊക്കെ ക്രമേണ ഈ പ്രതികരണശേഷി എന്നൊക്കെ ഒത്തിരി വിട്ട് ഞാൻ അതും ഭഗവാനോട് തന്നെയാണ് ഏൽപ്പിച്ചത്. എനിക്കിങ്ങനെ പ്രതികരണശേഷിയൊന്നും എനിക്ക് വേണ്ട ഭഗവാനെ. എനിക്ക് ഓരോരുത്തരുടെയും തെറ്റുകൾ ഓരോരുത്തരും മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തുകയും അവനവൻ ജ്ഞാനം അറിവിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ തെറ്റുകളെല്ലാം ഇപ്പോഴവർ ചെയ്യുന്ന ശരിയാണെന്ന് കരുതി ചെയ്യുന്ന തെറ്റുകളെല്ലാം അവർക്ക് ക്രമേണ സ്വയം മനസ്സിലാവുകയും ചെയ്യുന്ന അവസരത്തിൽ അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന ഒരു തലത്തിലേക്ക് ഞാൻ മാറി. അതൊക്കെ ഒരുപാട് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. ഭയങ്കരമായിട്ട് ഞാൻ പ്രതികരിക്കുന്ന വ്യക്തിയായിരുന്നു. ഏത് തെറ്റിനെയും എവിടെ കണ്ടാലും ആരുടെ ഉള്ളിൽ കണ്ടാലും ഞാൻ പ്രതികരിക്കുമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് ഭഗവാൻ എന്നെ മാറ്റി. ഞാൻ ആവശ്യപ്പെട്ടതൊക്കെയാണ് ഭഗവാൻ എനിക്ക് ചെയ്തു തന്നത്, എനിക്ക് മാനസാന്തരം തന്നത്. ഞാൻ അതിനൊക്കെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഞാൻ മനസ്സുകൊണ്ട് ഭഗവാനോട് പറഞ്ഞ് എനിക്ക് ആഗ്രഹങ്ങളൊന്നും വേണ്ട, എനിക്ക് ആഗ്രഹങ്ങൾ വേണ്ടാതെ ഞാൻ ഒരു സന്യാസിയായി ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ജീവിതമല്ല ഇപ്പോഴും നയിക്കുന്നത്. ഈ ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ട് സന്തോഷിക്കും. കൂടുതലും ഭഗവാന്റെ ഗാനങ്ങളാണ് കൂടുതൽ കേൾക്കാറുള്ളത്. പിന്നെ സിനിമ ഗാനങ്ങളൊക്കെ കേട്ടാൽ വളരെ സന്തോഷം ആസ്വദിക്കും. ഇഷ്ടമുള്ള സിനിമകൾ കാണും, മക്കളോടൊത്ത് പുറത്തു പോകും, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും, എല്ലാം ചെയ്യും. എല്ലാം സ്വാഭാവികമായിട്ടൊരു സാധാരണ ലൈഫ് നയിക്കും. പക്ഷേ ഭഗവാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും, ഭഗവാൻ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്നതോ നമ്മൾ സിനിമ കാണുന്നതോ നമ്മൾ പാട്ട് കേൾക്കുന്നതോ ഇതൊന്നും അല്ല ഭഗവാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ. നമ്മളിൽ കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ആ ഭഗവാന് നമുക്കും കൂടി ഇഷ്ടം വരുന്ന കുറേ ക്വാളിറ്റീസ്. ആ ക്വാളിറ്റികൾ ഓരോന്ന് എന്തൊക്കെയാണെന്ന് സ്വയം കണ്ടുപിടിക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത 12-ാം അധ്യായത്തിൽ 13-ാം അധ്യായമൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ക്വാളിറ്റീസൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ പിന്തുടരണം, മനസ്സിലൊക്കെ വേണം. അതുണ്ടെങ്കിൽ ഭഗവാനെ ഉറപ്പായിട്ടും ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഇരിക്കും. നമ്മുടെ ഹൃദയം വിട്ട് ഭഗവാൻ എവിടെയും പോകത്തില്ല. എവിടെയും പോകണ്ട. പിന്നെ ഭഗവാനെ കാണാൻ എവിടെയും പോകണ്ട. നമ്മുടെ കൂടെ സന്തോഷമായിട്ടിരിക്കുന്ന ചിരിച്ച് രസിച്ചിരിക്കുന്ന ഭഗവാൻ പിന്നെ നമ്മൾ എവിടെ പോയാലും അത്രയും നല്ല ചിരി കിട്ടുന്നത്, അത്രയും നല്ല സന്തോഷം കിട്ടുന്നത്, ഉള്ളിൽ തന്നെ ആനന്ദ നൃത്തമാടി ഭഗവാൻ ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കുമ്പോൾ ഭഗവാനെ വേറൊരിടത്ത് പോയി കാണാൻ എനിക്ക് സത്യത്തിൽ തോന്നില്ല. അപ്പോൾ ഇതിത്രയും എനിക്ക് ഭഗവാൻ എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. ഇനിയും ഉണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്, പക്ഷേ ഇത്രയും പറയാം. അപ്പോൾ വേറെ എന്നോട് സംശയം ചോദിച്ച കുട്ടി ചോദിച്ച കാര്യം പറയാം. എല്ലാറ്റിനും ഭഗവാനോട് നല്ല സ്നേഹമുണ്ട്, ഭഗവാനെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എല്ലാറ്റിനും എനിക്ക് മടിയാണെന്ന് പറഞ്ഞ്. എന്തുകൊണ്ടാണ് ഈ മടി വരുന്നതെന്ന് അറിയാവോ? ഒരുപാട് പേർക്ക് ഈ മടിയുണ്ട്. ഒരു ഓർഡറിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ മടിച്ചികളായിട്ട് നാളെ ചെയ്യാം, നാളെ തൊട്ട് ഞാൻ എല്ലാം ചെയ്യാം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കും. പക്ഷെ നാളെയും തഥൈവ. ഒന്നാമതായിട്ട് നേരത്തെ ഉറങ്ങണം, രണ്ടാമതായിട്ട് നേരത്തെ ഉണരണം. നേരത്തെ ഉണരുന്ന, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണരുന്ന ഒരു വ്യക്തി ഒരിക്കലും മടിച്ചനോ ആവില്ല. അതാണ് നമുക്ക് വരുന്ന പ്രശ്നം. അപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല, ബെഡിൽ നിന്ന് കുറച്ചുകൂടെ കിടക്കണമെന്ന് തോന്നുന്നു, അങ്ങനെ ഞാനങ്ങ് ഉറങ്ങുന്നു. ഇപ്പോൾ എഴുന്നേക്കാൻ വിചാരിച്ച് കിടക്കുന്ന അങ്ങ് ഉറങ്ങിപ്പോകുന്നു എന്നൊക്കെ ആയിരിക്കും മറുപടി. അപ്പോൾ എഴുന്നേക്കാൻ തോന്നാത്തതിൻ്റെ കാരണം എന്താണ്? താമസിച്ചാണ് ഉറങ്ങുന്നത്. ശരീരം ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ തോന്നത്തില്ല ശരീരത്തിന്. കാരണം എന്താണ്? നമ്മുടെ ക്ഷീണം കാരണം ശരീരത്തിന് മടി തോന്നും. ഇത്തിരിയും കൂടെ അവിടെ കിടക്ക്, എഴുന്നേക്കണ്ടെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പം നമ്മൾ ശരീരത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് അവിടെ കിടക്കും. ശരീരത്തിനെ കുറ്റം പറയണ്ട, കാരണം അതിനുകൊണ്ട് ക്ഷീണം. നമ്മളെ വൈകുന്നേരം വരെ ചുമക്കുന്നതല്ലേ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കണം. ഒരു 10 മണിയാവുമ്പോൾ, മാക്സിമം 10:30, അതിനപ്പുറം പോകരുത്. എന്തെങ്കിലുമൊക്കെ വിശേഷ അവസരങ്ങളിലല്ലേ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലോ അല്പം താമസിച്ചാലും കുഴപ്പമില്ല. പക്ഷേ കഴിയുന്നതും 10 മണി ലക്ഷ്യമാക്കി
ബെഡിൽ കിടക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ വരണം. അതിനു മുമ്പ് തന്നെ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ കഴിയുമെങ്കിൽ ഫോൺ മാറ്റി വെക്കണം. ഫോൺ തലക്കീഴിലോ അടുത്ത സ്ഥലങ്ങളിലോ വെക്കരുത്. നെറ്റ് ഓഫ് ചെയ്ത് ഫ്ലൈറ്റ് മോഡിലാക്കി ദൂരെ മാറ്റി വെക്കണം ഫോൺ. ഉറങ്ങുന്നവരെയും ഫോണിൽ പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഉറക്കം പിന്നെയും കിടന്ന് കുറേ കഴിഞ്ഞാലേ ഉറക്കം വരികയുള്ളൂ. അല്ലെങ്കിൽ ചില സത്സംഗങ്ങളൊക്കെ ഓൺ ചെയ്ത് ദൂരെ ഫോൺ വെച്ചിട്ട് അത് കേട്ടുകൊണ്ട് കിടന്നാൽ അറിയാതെ ഉറങ്ങിപ്പോകും. ഉറക്കം വരാത്തവർക്ക് ഏതെങ്കിലുമൊക്കെ പ്രഭാഷണങ്ങളോ മറ്റോ ഏതെങ്കിലും ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട് കിടന്നാൽ ഉറക്കം വരും. ഉറക്കം വരാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചെറുപ്പക്കാർക്ക് ഉറക്കം വരാതിരിക്കണമെങ്കിൽ പ്രധാന കാരണം അവർ ഫോൺ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അങ്ങ് അഡിക്റ്റായി പോകുന്ന ഒരു തലമുറയാണല്ലോ നമ്മളുടേത്. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം നമ്മളത് നേരത്തെ ഒരു അരമണിക്കൂർ 10-20 മിനിറ്റിന് മുമ്പേ തന്നെ നേരത്തെ മാറ്റി അവിടെ വയ്ക്കുക. അതിനുശേഷം നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. ഒരു 4:45 ആകുമ്പോൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സമയം, ഒരു ക്ലോക്ക് ടൈം, അലാമൊന്നും വെക്കണ്ട. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒരു അലാമുണ്ട്. അതിനെ പറഞ്ഞ് ഏൽപ്പിക്കുക, എനിക്ക് നാളെ 4:45 ആകുമ്പോൾ എഴുന്നേൽക്കണമെന്ന്. 4 മണിക്കൊക്കെ എഴുന്നേൽക്കണ്ട. ഞാൻ 4 മണിക്കൊക്കെ എഴുന്നേൽക്കുമായിരുന്നു. ഒരു 4:40 ആകുമ്പോൾ എഴുന്നേറ്റാൽ കുളിക്കാൻ അന്നേരം സാധിക്കുന്നവർ കുളിക്കുക. ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കാൻ ശ്രമിക്കുക. ഞാൻ പച്ചവെള്ളത്തിലൊക്കെ കുളിച്ച കാലങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. തണുപ്പുള്ള സമയങ്ങളിൽ ചൂടുവെള്ളത്തിൽ തന്നെ കുളിച്ച്, ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് വീടൊക്കെ വൃത്തിയാക്കി നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുക. ഒരു 5:30 വരെയൊക്കെ നാമം ജപിക്കുക. അപ്പോഴത്തേക്ക് 5:30 ആവും, 5:20, 5:30 ആവും. അല്ലെ 6 മണി വരെയും നാമം ജപിക്കും. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് 5:30 വരെയും ഭഗവാന്റെ ഇടയ്ക്ക് ഇരിക്കും. ഈ 4:40 എന്ന് പറഞ്ഞാൽ എൻ്റെ സമയമാണ്. അന്നേരം തുടങ്ങി 5:20 അല്ലെ 5:30 വരെയൊക്കെ ഭഗവാനോടൊപ്പം ഇരിക്കും. അതിനുശേഷം ഞാൻ നടക്കാൻ ഇറങ്ങി 6:10, 6:15 വരെയൊക്കെ ഞാൻ നടക്കും. ആ നടക്കാൻ ഇറങ്ങുന്ന വെറുതെ ഒരു നടത്തമല്ല, അതെനിക്ക് മന്ത്രങ്ങൾ ജപിക്കാനുള്ള ഒരു സമയം. ഞാൻ ആരുടെയും കൂടെ നടക്കില്ല, ഒറ്റയ്ക്കേ പോവുകയുള്ളൂ. ആ സമയത്ത് ഗായത്രി മന്ത്രമോ ആദിത്യ ഹൃദയ മന്ത്രമോ ഒക്കെ പല ഉരുവ് ചൊല്ലും. ഒരു 30-35 മിനിറ്റൊക്കെ വരെ ഞാൻ നടത്തി കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അന്നേരമൊക്കെ ഞാൻ ഈ മന്ത്രങ്ങൾ ഏതെങ്കിലുമൊക്കെ ജപിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അതിനുശേഷം വന്നിട്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. വൈകുന്നേരം വീണ്ടും ഇതുപോലെ തന്നെ നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കാൻ പറ്റുന്ന സമയങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യും. നിലവിളക്ക് കൊളുത്താൻ പറ്റുന്നത് എൻ്റെ പറ്റാത്ത സമയത്ത് മോനെ കൊണ്ട് തന്നെ പൂജാമുറി നിലവിളക്ക് കൊളുത്തിക്കും. നാമജപം എപ്പോഴും ഏത് അശുദ്ധിയിലും ഞാൻ നാമജപം തുടരുക തന്നെ ചെയ്യും. വൈകിട്ടൊക്കെ കുട്ടികൾ ട്യൂഷനുള്ള സമയത്ത് അവരെ വിട്ടതിന് ശേഷം കുറച്ച് നേരം നാമം ജപിക്കും. വീണ്ടും എനിക്ക് എൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടും. രാത്രിയിൽ എനിക്ക് വീണ്ടും ക്ലാസ്സൊക്കെ ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, അതൊക്കെ എടുക്കും. നേരത്തെ കിടക്കാൻ പരമാവധി ശ്രമിക്കും. വെളുപ്പിനെ ഈ പറഞ്ഞതുപോലെ വെളുപ്പിനെ എഴുന്നേൽക്കും. അപ്പോൾ ഇപ്പോഴെനിക്ക് എവിടെയും ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുകയോ കൃത്യമായ ചടങ്ങുകളിലൂടെ ഭഗവാനെ എൻ്റെ സാന്നിധ്യം ലഭിക്കുകയോ എന്നൊന്നും എനിക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും വരുന്നില്ല. അതൊക്കെ ആദ്യ കാലങ്ങളിൽ ഭഗവാൻ നമ്മുടെ മനസ്സിലൊന്ന് ഉറച്ചു കിട്ടുന്ന കാലങ്ങളിൽ മതിയായിരുന്നു. ഇപ്പോഴെനിക്ക് എവിടെ ചെന്നാലും ഭഗവാനുണ്ട്. നിലവിളക്കിൻ്റെ മുമ്പിലിരുന്നാലോ ഭഗവാന്റെ ഫോട്ടോ നോക്കിയിരുന്നാലോ അല്ലെങ്കിൽ നാമജപങ്ങളിലൂടെ മാത്രമോ ഒന്നുമല്ല. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ലളിത സഹസ്രനാമം നിത്യേന ജപിക്കുമായിരുന്നു. അങ്ങനെ ജപിച്ച് ഞാനത് മുമ്പ് ദേവിയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വണ്ടി എടുത്ത് പോകുമ്പോഴും സ്കൂളിൽ ചെന്ന് പഞ്ച് ചെയ്യുന്നത് സമയം വരെയും ഞാൻ ഈ സഹസ്രനാമം മനസ്സിൽ ജപിക്കുമായിരുന്നു. ഇവിടെ ജപിക്കുകയും അതിങ്ങനെ മനനം ചെയ്യുമായിരുന്നു. വീണ്ടും അത് കേട്ടുകൊണ്ട് സഹസ്രനാമം എവിടെയെങ്കിലും ഇരുന്ന് ജപിക്കാമെന്ന് തോന്നരുത് ആർക്കും. സഹസ്രനാമം ദേവിയുടെ കുറിച്ചുള്ള സഹസ്രനാമം നമ്മൾ പൂജാവിധിപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഞാനതിങ്ങനെ ജപിച്ച് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അത് തന്നെ അതിൻ്റെ അലയൊലികൾ എൻ്റെ മനസ്സിലുണ്ടാവും എപ്പോഴും. അതുകൊണ്ട് അതിൻ്റെ ബാക്കി പോലെ ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെയൊക്കെ എത്തിയത്. അപ്പോൾ ഈ മടി മാറണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? വെളുപ്പിനെ എഴുന്നേൽക്കുക. ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്കുക.
ഒന്ന് കേൾക്കൂ, അനുസരിക്കേണ്ട, കേൾക്കൂ. വെളുപ്പിനെ ഒന്ന് എഴുന്നേക്കാൻ നിർബന്ധപൂർവ്വം ഒന്നും മനസ്സിനെ പറഞ്ഞ് തയ്യാറെടുക്കൂ. ഒരു 5 മണിക്ക് മുമ്പേ എപ്പോഴെങ്കിലും ഒന്ന് എഴുന്നേക്കൂ. നമുക്ക് ഒരു മടിയും ഉണ്ടാകുകയില്ല. കൃത്യമായിട്ട് നമ്മൾ ഭഗവാന്റെ കാര്യം ചെയ്യും, വീട്ടിലെ കാര്യം ചെയ്യും, കുട്ടികളുടെ കാര്യം ചെയ്യും, നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യും. നമുക്ക് എത്ര സമയമാണ് വെളുപ്പിനെ എഴുന്നേറ്റാൽ കിട്ടുന്നത്? നമുക്ക് എത്ര ലാവിഷായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇഷ്ടം പോലെ സമയം കിട്ടും. നമ്മൾ ആ സമയം താമസിച്ച് എഴുന്നേൽക്കുമ്പോൾ ആ ദിവസത്തെ മൊത്തം കാര്യങ്ങളും തടസ്സമായി, എല്ലാം ലേറ്റായി, എല്ലാം ഇങ്ങനെയായി ബാക്കി പെൻഡിങ് ആയിട്ട് കിടക്കും. മനസ്സിന് സമാധാനമില്ല, നമ്മുടെ കർമ്മങ്ങളും ഒന്നും പൂർണ്ണമല്ല, സന്തോഷമില്ല. ആ ദിവസം അങ്ങ് തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന, എന്നോട് സംശയം ചോദിച്ച കുട്ടി ഉൾപ്പെടെ എല്ലാവരും കൃത്യമായിട്ട് വെളുപ്പിനെ എഴുന്നേൽക്കാൻ ശ്രമിക്കണം. ആരോഗ്യപരമായ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ താമസിച്ചെഴുന്നേറ്റാൽ മതി. ബാക്കി എല്ലാവരും വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു ബ്രഹ്മയാമമാണ് ഞാൻ ഈ പറഞ്ഞ അതിൻ്റെ അവസാന ഭാഗങ്ങളൊക്കെയാണ്. 4:40 അല്ലെങ്കിൽ 5 മണിക്ക് മുമ്പെങ്കിലും എഴുന്നേറ്റാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാം. മക്കളെ സ്കൂളിൽ വിടേണ്ടവർക്ക് കൃത്യമായിട്ട് അവർക്ക് ആഹാരം കൊടുത്ത് അവരോട് സന്തോഷമായിട്ട് അവർക്ക് വാരി കൊടുത്ത് കഴിപ്പിച്ച് സ്കൂളിലൊക്കെ വിടാൻ പറ്റും. ഇതെൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. ഞാൻ 2 കുട്ടികളെ ഒരേപോലെ സ്കൂളിൽ സമാധാനത്തോടെ വിട്ട വ്യക്തിയാണ്. അപ്പോൾ എല്ലാറ്റിനും പ്രധാനം രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. നാമജപമൊക്കെ അതിന് ശേഷമുള്ളത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാവും. വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മുടെ കർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് അതിനുശേഷം നമ്മളൊരു നല്ല പ്രാർത്ഥനയോടൊരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പിന്നെ നെഗറ്റീവ് ശക്തികൾ നമ്മളെ ബാധിക്കില്ല. നമ്മൾ വളരെ പോസിറ്റീവായിരിക്കും. പിന്നെ സത്സംഗങ്ങൾ കേൾക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുക. ദിവസവും ജ്ഞാനപ്പാനെ ഒന്ന് കേട്ട് നോക്കൂ. അത് വെളുപ്പിനെ എഴുന്നേറ്റ് കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ട് അടുക്കളയിൽ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ ജ്ഞാനപ്പാനെ നിത്യേന കേൾക്കൂ. പി ലീലാമ്മയുടെ, നമ്മുടെ ഗുരുവായൂരപ്പൻ എന്നും കേട്ടുണ്ടായിരുന്ന ജ്ഞാനപ്പാനെ ഒന്ന് കേൾക്കൂ. അത് കേൾക്കുക. ഹരിനാമ കീർത്തനം ആരെങ്കിലും ചൊല്ലിയിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കേൾക്കാൻ ഹൃദ്യമായിട്ടുള്ളത് സുസ്മിതാജിയുടെയൊക്കെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ് ഹരിനാമ കീർത്തനം. അതൊക്കെ കേൾക്കുക. പിന്നെ പ്രഭാഷണങ്ങൾ ഒക്കെ കേൾക്കുക. സത്സംഗങ്ങൾ ഒക്കെ കേൾക്കുവാൻ സമയമുള്ളവർ അങ്ങനെ ചെയ്ത് നിത്യേന അതൊരു കൃത്യമായ നിഷ്ഠയാക്കി കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിന് നല്ല മാറ്റം ഉണ്ടാവും. ഇതൊന്നും ഞാൻ പറഞ്ഞതുകൊണ്ടൊരു പരീക്ഷണാർത്ഥത്തിൽ രാവിലെ നേരത്തെ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കൂ. നേരത്തെ കിടക്കുക എന്നുള്ളതാണ് എനിക്ക് ആകെ പറയുവാനുള്ളത്. അല്ലാതെ വെളുപ്പിനെ എഴുന്നേക്കാൻ പറഞ്ഞാൽ ശരീരം അതിന് സമ്മതിക്കില്ല. ശരീരത്തിൻ്റെ സമ്മതമില്ലാതെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മളിങ്ങനെ ലാഗ് ചെയ്ത് നമുക്ക് ദേഷ്യം വന്ന് നമുക്ക് മുഷിച്ചിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. ശരീരത്തിൻ്റെ ക്ഷീണം ആദ്യം ഇല്ലാതാക്കുവാൻ നല്ല ഫുഡൊക്കെ കഴിക്കുക, നേരത്തെ കിടന്നുറങ്ങുക. നേരത്തെ ഉറങ്ങിയിട്ട് സമാധാനമായിട്ട് ശരീരത്തിനെ ഉണർത്തുക. അത് ഉണർന്നോളും. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ഉണർന്ന് നമ്മുടെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇനിയും സംശയങ്ങൾ ബാക്കിയുള്ളവർ ചോദിക്കുക, പറയാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.